ഞാൻ നിങ്ങളുടെ കുട്ടി വ്ളോഗർ അവന്തിക. അപ്പോൾ ഞാൻ ഇന്ന് കൊല്ലം തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് കാണാനാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇവിടെ വരേണ്ട വഴി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കൊല്ലത്ത് വരിക, കൊല്ലം ബസ് കയറി വരിക. അതിനുശേഷം നമ്മളിവിടെ തങ്കശ്ശേരി, എപ്പോഴും കൊല്ലം തങ്കശ്ശേരി ബസ് കാണും. അപ്പോൾ തങ്കശ്ശേരി ബസ്സിന് ഇങ്ങോട്ട് വരാം. കുറച്ച് ദൂരമുണ്ട് കേട്ടോ. അപ്പം നടന്ന് വരാം, അല്ലെങ്കിൽ നമുക്ക് ഓട്ടോയ്ക്ക് 30 രൂപ കൊടുത്ത് വരാം. ടിക്കറ്റ് വലിയവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ് കേട്ടോ. ഫോട്ടോ എടുക്കുന്ന പ്രത്യേകം 10 രൂപ പിന്നെയും കൊടുക്കണം. ഇതിൽ കയറാനുള്ള സമയം എന്താണെന്ന് വെച്ചാൽ 10 മണി മുതൽ 12 മണി വരെയും 2 മണി മുതൽ 6 മണി വരെയാണ് കേട്ടോ. പിന്നെ മൺഡേ ആരും ഇങ്ങോട്ട് വരരുത് കേട്ടോ, ചമ്മു, ഹോളിഡേ ആണെന്ന്. ചുറ്റും പൂന്തോട്ടങ്ങൾ പാർക്കുമാണ് കേട്ടോ. ഇതിലേക്കൂടാണ് നമ്മൾ അകത്ത് കയറുന്നത്. ലിഫ്റ്റിലാണ് കേട്ടോ നമ്മൾ മേലോട്ട് പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് കയറി ഊപ്പാട് വരും. അത് കഴിഞ്ഞ് ഈ നമ്മൾ 2 ഫ്ലോറ് നടന്ന് കയറണം. അതിൽ കൂടെയൊക്കെ നല്ല ജനലുണ്ട് കേട്ടോ. അപ്പം നല്ല വ്യൂ ആണ്, പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എനിക്ക് നല്ല വ്യൂ ഉണ്ട്, കടലും കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ നല്ല കെയർഫുള്ളായിട്ട് വേണം ലാസ്റ്റ് ഫ്ലോറ് കയറാനായിട്ട്. ഇല്ല സ്റ്റെപ്സിന് ഒട്ടും വീതിയില്ല കേട്ടോ. ഞാൻ എങ്ങനെയൊക്കെ വലിഞ്ഞു പിടിച്ചിട്ടാണ് അതിൻ്റെ അകത്ത് കയറിയത്. ടോപ്പിൽ എൻജിനും കാര്യങ്ങളൊക്കെയാണ്, ഇതിൽ പ്രവർത്തിക്കാനുള്ള എൻജിനും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. ഇത് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല, ഞങ്ങളുടെ ക്യാമറയിൽ എങ്ങനെയോ വന്നുപോയി. ഇത് നമുക്ക് ലൈറ്റ് ഹൗസിൻ്റെ മണ്ടിൽ കയറി കണ്ടാലോ? ആഹാ, എന്ത് വ്യൂ ആ! എന്ത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ കേൾക്കുന്നില്ലേ ഈ കടൽക്കാറ്റിൻ്റെ ശബ്ദം? ഈ കാണുന്നത് ലെഡാർ ടവർ ആണ് കേട്ടോ. സാധാരണ ഇത് യൂസ് ചെയ്യുന്നത് കപ്പലുകളെയൊക്കെ നിരീക്ഷിക്കാനൊക്കെയാണ് കേട്ടോ. ഒരു സൈഡിൽ കടലും ഒരു സൈഡിൽ കരയും. കര നിറയെ പച്ചപ്പിനിടയിൽ ബിൽഡിങ്ങുകൾ വിഷമമുണ്ട്. നമ്മുടെ നേച്ചർ നശിച്ചു പോകുകയല്ലേ. ഇതാണ് കേട്ടോ സീ ബ്രിഡ്ജ്. ഇതിനു മുമ്പ് ഞാൻ എൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, താല്പര്യമുള്ളവരുടെ അക്കൗണ്ട് എടുത്ത് കണ്ടു നോക്ക്. എനിക്കെന്തോ ഇവിടെ നിൽക്കാൻ ഭയങ്കര പേടിയാണെന്ന് തോന്നിയിട്ട് കേട്ടോ. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ പെട്ടെന്ന് ഒരു പേടി ഉണ്ടായിരുന്നേ. ഇത്രയാണ് കേട്ടോ എൻ്റെ വീതി. ഒരുപാട് പേർക്കൊന്നും ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല കേട്ടോ. ഒരാൾ വന്നു ഒരാൾ ഒതുങ്ങി കൊടുത്തേ പറ്റും. നല്ല സേഫ്റ്റിയാണ് കേട്ടോ, നമ്മൾ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഞാൻ താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് കപ്പലിൻ്റെ അകത്തോട്ട് കയറുന്ന പോലെ ഫീൽ ചെയ്യുമായിരുന്നു കേട്ടോ എനിക്ക്. എന്താ ഈ കൊറിയയുടെ ശില്പമൊക്കെ അടിപൊളിയല്ലേ. അത് കഴിഞ്ഞ് ഇവിടെ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പാർക്കിൽ കളിക്കാനായിട്ട് പോവാണ്. പക്ഷേ എനിക്ക് ഭയങ്കര മടി ഗായ്സ്. അതുകൊണ്ട് ഞാൻ ഐസ്ക്രീമൊക്കെ കഴിച്ച് കൂളാക്കിയിട്ടാണ് പാർക്കിൽ കളിക്കാനായിട്ട് പോയത്. എനിക്ക് പിന്നെ ഊഞ്ഞാലാടി, പിന്നെ സൈഡിൽ കയറാൻ ഭയങ്കര പേടിയാണ്. പക്ഷേ ഇന്നെന്തോ എനിക്ക് ഭയങ്കര പേടിയൊന്നും തോന്നിയില്ല. നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. ഇതാ നോക്കിയേ, നമ്മുടെ മരങ്ങളെക്കാൾ എന്ത് വലുതാണ് നമ്മുടെ ലൈറ്റ് ഹൗസ്. നല്ല രസമല്ലേ ഇത് കാണാൻ. അപ്പം വരാത്തവർ ഇങ്ങോട്ട് വരണം കേട്ടോ. അടിപൊളി സ്ഥലമാണ്, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും നല്ല സ്ഥലമാണേ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ഞാൻ വരും കേട്ടോ.